ഹലോ! എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസസ് ജോ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നെ. തായ്ലൻഡിലെ ഒരു നൈറ്റ് ലൈഫ്. അപ്പം ഞങ്ങളൊരു മാർക്കറ്റിലെത്തി. ആ മാർക്കറ്റില് തായ് ഫുഡാണ് മെയിനായിട്ടുള്ള. പിന്നെ കുറച്ച് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എന്നാലും ഫുഡാണ് മെയിൻ. സീ ഫുഡാണ് മെയിനായിട്ടുള്ളത്. എസ്പെഷ്യലി ക്രാബും പിന്നെ എന്താ പ്രോൺസ്, ക്രാബ്, പിന്നെ ലോബ്സ്റ്റർ. ഇതാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ കുറച്ച് ചിക്കനുണ്ട്. പിന്നെ മറ്റേ മറ്റേ ഭയങ്കര വലിയ ഫിഷൊക്കെ നമ്മള് ഗ്രില്ല് ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതിലെ ആ ഷോപ്പിൽ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. മസാജിങ് സെന്റേഴ്സ് ഉണ്ട്. മസാജിങ് സെന്റർ ഉണ്ട്. പിന്നെ ടീഷർട്സ് ഉണ്ട്. നല്ല ടീഷർട്സ് ആണ് കേട്ടോ. കുറച്ച് നല്ല ചീപ്പായിട്ട്, അതായത് 100 ബാത്തിനും 200 ബാത്തിനൊക്കെ ആയിട്ട് നല്ല ടീഷർട്സ് ഉണ്ട്. പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല. അതെല്ലാം ജെൻസിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ജോച്ചേട്ടൻ ഇങ്ങനത്തെ ഒന്നും ഇടത്തുമില്ല. പിന്നെ ആണെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻ. ഇവിടുത്തെ ഒരു മെയിൻ പരിപാടി, ഇവിടുത്തെ ലേഡീസ് ഒക്കെ ചെയ്യും കേട്ടോ, നെയിൽ എക്സ്റ്റൻഷൻ. പിന്നെ ഉള്ളത് മസാജിങ്. ഇതാ വീണ്ടും അവിടെ മസാജിങ്ങും അതും ഇതൊക്കെ കാണുന്നുണ്ട്. അവർ വിളിച്ചായിരുന്നു, പക്ഷെ പോയില്ല. പിന്നെ പിന്നെ വീണ്ടും കുറേ നൈറ്റ് ഡ്രസ്സ്. ഇവിടെ ഇവർ നൈറ്റ് ഡ്രസ്സായിട്ടൊന്നും അല്ല കേട്ടോ, ഇവരിവിടെ പുറത്തും ഇതൊക്കെ ഇടും. അപ്പം ഇങ്ങനത്തെ കുറേ ഡ്രസ്സുകളുണ്ട്. പിന്നെ ഇതാ ഒരു കിഡിലിങ് ടോയ് ഷോപ്പുണ്ട്. അപ്പം പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല. എല്ലാം എൻ്റെ മോനെല്ലാം എറിഞ്ഞ് കളിക്കും. സോഫ്റ്റ് ടോയ്സ് വളരെ കുറവാണ്. പിന്നെ ഉള്ളത് ഞങ്ങളൊരു സൂപ്പർ റെസ്റ്റോറൻറ്റ് കണ്ടു. അതായത് ജെൻസ് ലേഡീസിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്നത്. അപ്പം അവിടെ അങ്ങ് ദൂരെന്നേ അതിൻ്റെ പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയാലോ എന്നൊക്കെ വിചാരിച്ചതാ. അതാ കണ്ടോ, അതായത് 2 നിലയിലായിട്ടാണുള്ളത്. അപ്പം ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഞങ്ങളൊന്ന് ഒന്ന് 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 അങ്ങോട്ടേക്ക് പോയി. അപ്പം അവിടെ ഭയങ്കര തിരക്ക്. അവിടെ ചെല്ലുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ മാത്രമാണ് ഭയങ്കര തിരക്ക്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അപ്പം എന്നാൽ പിന്നെ അവിടെ പോയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് വേറെ കുറേ ഷോപ്പുകൾ. അവിടെ ഫുള്ള് മറ്റേ നമ്മുടെ ഒപ്പം ഗഗ്നം സ്റ്റൈലിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സൂപ്പറായിട്ട് നല്ല രസമുണ്ട്. അവർ നല്ല രസമുണ്ട് ഡാൻസ് കളിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 2ാമത്തെ നിലയിൽ നിന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യാം. ഭയങ്കര തിരക്കാണ്. ഫുള്ളാണ് റെസ്റ്റോറൻറ്റ് ഫുള്ളാണ്. അപ്പോൾ നമ്മളോട് താഴെ വെയിറ്റ് ചെയ്യാം. എൻ്റെ കൂടെ ആണെങ്കിൽ എൻ്റെ കൊളീഗ് വൈബ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് വന്നിട്ടുള്ളത്. പുള്ളി കണ്ണൂരിൽ നിന്നില്ല. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. എറൗണ്ട് ഒരു 10 to 15 മിനിറ്റോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഇതിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി 18+ ഉള്ളവർക്ക് കയറാൻ പറ്റില്ലെന്ന് ഞങ്ങൾ എഴുതിയായിരുന്നു. പക്ഷേ കിഡ്സൊക്കെ കയറിയപ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. നല്ല രസമുണ്ട്. ജെൻസൊക്കെ ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യും. അവരിത് ഗഗ്നം സ്റ്റൈലിൻ്റെ പാട്ട് അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അവിടെ ഇങ്ങനെ ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കാം. വൈബുവേട്ടൻ താഴെ പോയിട്ട് മെനു എന്താണെന്ന് നോക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെ കഴിക്കാനുള്ളതെന്ന്. പലതും തീരാറായി. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ഏകദേശം ഇച്ചിരി ഒരു 9 മണിയൊക്കെ ആയായിരുന്നു. അപ്പം അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എന്ന് അവർ പറഞ്ഞെന്ന് പറയായിരുന്നു. അപ്പം അവിടെ മുകളിൽ ഓൾമോസ്റ്റ് അവർ കഴിക്കാനായി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്താനി മിഹോയ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. സത്താനി മിഹോയ്. അപ്പം ഈ റെസ്റ്റോറൻറ്റിൽ നല്ല രസമാണ്, നല്ല വൈബ്. 18+ seperti seorang batu berdiri wajah kamu.
Bidadari di hatimu, hei sayangku, yang lakukan diriku seperti seorang ratu. Ku ingin dimanjakanmu. അപ്പം ഇതുവരുടെ പാട്ട് ഓൾമോസ്റ്റ് കഴിയാറായി. എന്നിട്ട് ഇവരെല്ലാം താഴോട്ട് ഇറങ്ങി വരാം. ഇനിയിപ്പം പരിപാടി താഴെയാണ്. അപ്പം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങളിത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു മുകളിൽ. അപ്പം ഇത് വൈബോട്ടിനവർക്ക് കൈയെല്ലാം കൊടുത്ത് അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. പുള്ളി വീഡിയോ എടുക്കാൻ വന്നാന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവന്മാർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം ജെൻസാണ് കേട്ടോ. എന്നിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർ നമ്മളുടെ കൂടെ നിന്നിട്ട് ഇതുപോലെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കും. ഇത് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇത് ടിപ്പ് കൊടുക്കുന്ന ബോക്സാണ് ആയിരിക്കുന്നത്. ഞങ്ങളോട് അവർ പറഞ്ഞു, എന്താ അവിടുത്തെ ഈ കോർണറിലുള്ള ഒരു സീറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇത് കണ്ടോ, ഞങ്ങളവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവന്മാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ. ആദ്യം ഇങ്ങനെ ചെറിയ തോതിൽ എല്ലാവരുടെ അടുത്ത് പോയി നിന്നിട്ട് ഇവരിങ്ങനെ ഡാൻസ് കളിക്കും, ചെറിയൊരു ഇത്. പിന്നെ ഫുഡും സെർവ് ചെയ്യണം. അവിടെ താഴെയുള്ള ആൾക്കാർക്ക് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ കളിച്ചു ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തിട്ട് ഇങ്ങനെ മാറി 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 പോയിട്ട് ഒരു ഡാൻസ് കളിക്കുക. നല്ല രസമുണ്ട്. അവരെല്ലാവരെയും ഇങ്ങനെ പിടിച്ച് കുലുക്കി, പക്ഷെ ഒട്ടും വൾഗറായ, നമ്മളെ ഒട്ടും ഹ്യൂമിലിയേറ്റ് ചെയ്യാത്ത രീതിയിൽ അവർ ചെയ്യും. ഒരു നല്ല 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 രീതിയിൽ എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നുണ്ട്. ഭയങ്കര തിരക്കാട്ടോ, ഇൻക്ലൂഡിങ് ചെറിയ കുട്ടികളടക്കമാണ് വരുന്നത്. അപ്പോൾ അവരവിടെ നിന്നിട്ട് എന്താ പറയണ്ടേ, ഓരോ ലൊക്കേഷനിൽ കുറേ Phải chú chạy phải cho kiếm. അതും ഹിന്ദി പാട്ടൊക്കെ നമുക്ക് വേണ്ടി ഇന്ത്യൻ സോങ് എന്ത് അപ്പോഴാ നോക്കിയത്. നമ്മളെ ഇന്ത്യ ഇനിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോ, റോഷ്നി. ബൈ.